നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പല കുട്ടികൾക്കും അബദ്ധം പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ നടത്തുന്ന അബദ്ധങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഫോട്ടോ തന്നെ ഒരു 8 കോപ്പി എപ്പോഴും എടുത്ത് വെച്ചിരിക്കണം. നിങ്ങളുടെ ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ജോയിനിങ് ടൈമിൻ്റെ വരെ ആവശ്യത്തിന് സെയിം ഫോട്ടോ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഒരു 8 കോപ്പി എപ്പോഴും എടുത്ത് വെക്കുക. ഇനി നിങ്ങൾ പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ്, ID എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഫോട്ടോസായിട്ട് കൊണ്ടുപോകുക. ആ കൂട്ടത്തിൽ 2 ഫോട്ടോയും കൂടെ കൊണ്ടുപോകുക. ആ ഫോട്ടോ ഈ സെയിം ഫോട്ടോ തന്നെ ആയിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ ആയിരിക്കണം, ഇതിൻ്റെ കോപ്പി ആയിരിക്കണം. അതിൽ 2 കോപ്പി നിങ്ങൾ പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകുക. ഓർക്കുക, സമയത്തിന് ചെന്നില്ലെങ്കിലും കേട്ടില്ല, ഈ ഫോട്ടോ ഇല്ലെങ്കിലും കേട്ടില്ല, ഓർത്തോളുക. ഒരു ഫോട്ടോ ഉള്ളെങ്കിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് എക്സാം സെൻറ്ററിന് മുമ്പിൽ പിള്ളേർ കിടന്ന് ഓടുക, ആ സമയത്ത് ഫോട്ടോ എടുക്കുക. ദയവ് ചെയ്ത് എടുത്തു വെക്കുക. ഇനിയുള്ള പരീക്ഷകളിലേക്ക് നിങ്ങൾക്ക് അത്രയും ഫോട്ടോ ആവശ്യം വരും. 4 പരീക്ഷയാണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ ഫോട്ടോ തന്നെ മതിയായിരിക്കും. പക്ഷേ അതിൻ്റെ കോപ്പികൾ എടുത്ത് വെച്ചേക്കുക. നമുക്ക് അന്ന് പരീക്ഷ 8 മണിക്കൊക്കെ തുടങ്ങിയാൽ എവിടെ പോയി ഫോട്ടോ എടുക്കാൻ നമുക്ക്. അപ്പോൾ ഫോട്ടോ 2 എണ്ണം. ഈ ഫോട്ടോ എടുത്ത നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അവരവിടെ സീൽ ചെയ്ത് തരും. സീൽ ചെയ്ത് തന്നാൽ നിങ്ങളത് ആവൃത്തി മേടിച്ച് വെക്കില്ല, അത് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ ഈ ഹോൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? മെയിൻസ് എക്സാം വരുമ്പോൾ നിങ്ങൾ ഈ ഹോൾ ടിക്കറ്റുമായിട്ട് ചെല്ലണം. പ്രിലിംസിൽ അവർ സ്റ്റാമ്പ് ചെയ്ത ഹോൾ ടിക്കറ്റ് മെയിൻസ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് കൂടെ ചെല്ലണം. അല്ലെങ്കിൽ അവർ കേട്ടില്ല എന്ന് ഓർക്കുക. പ്രിലിംസ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് സ്റ്റാമ്പ് ചെയ്തത് പലരും അത് വഴി വലിച്ചെറിഞ്ഞിട്ട് പോകും. കാരണം അവർക്ക് പ്രിലിംസ് പാസ്സാകുമെന്ന് ചിലപ്പോൾ അറിയില്ല, ഇല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൂടെ കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ മെയിൻസ് എക്സാമിന് ഇതെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്യണം. അത് തിരിച്ചു തരില്ല. പക്ഷേ പ്രിലിംസ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് തിരിച്ചു തരും. സോ മെയിൻസ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റും ഇതും പ്രിലിംസിൻ്റെയും കൂടെ അവർ മേടിച്ച് വെക്കും. അത് ഓർക്കുക. പിന്നെയാണ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ഓർത്താൽ നിങ്ങളെ ഒത്തിരി സഹായിക്കും.